ومن أخلاقهم رضي الله تعالى عنهم മഹാന്മാരുടെ സ്വഭാവ ഗുണങ്ങളിൽ പെട്ട ഒന്ന് അദമു തഗാലീബി സിയാബി, വസ്ത്രങ്ങളിൽ വിലകൾ അധികരിച്ചതില്ലാതിരിക്കുക. അപ്പൊ അധിക വില കൊടുത്ത് വസ്ത്രം വാങ്ങാറില്ല. ഓൽക്ക് മുന്തിയ വസ്ത്രമായിരിക്കണം, കൂടുതൽ പൈസ കൊടുത്ത് നല്ല കാണാൻ ചന്തമുള്ള വസ്ത്രമായിരിക്കണം എന്ന ചിന്തയൊന്നും ഓർക്കില്ല. അതുണ്ടാവും തന്നെയല്ല അവർക്ക്. കാരണം ഓൽക്ക് ചിന്ത ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ദുന്യാവ് വിട്ടല്ലോ. കൽബുമായി അവർ ആഹ്റവുമായി കൽബുകൊണ്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ജസനെ ഇവിടെ കാണുന്നുള്ളൂ. അപ്പൊ പിന്നെ ദുന്യാവിലെ സുഖം ഓൽക്ക് ആവശ്യം ഉണ്ടാവില്ല. ദുന്യാവിന്റെ പ്രൗഢിയിൽപ്പെട്ട വന്നാലുള്ള കാണാൻ ചന്തമുള്ള വസ്ത്രം, വില കൂടിയ വസ്ത്രം എടുക്കല് അതൊന്നും വിൽക്കില്ല. പിന്നെ എന്തായിരുന്നു രീതി? ബൽക്കാനു യൽബസൂന മാ വജദു മിനൽ ഹലാലി വലു ഖൈശത്തൻ. കിട്ടിയത് ഹലാലാണ്, അതായിരിക്കണം. ഹലാലിൽ നിന്ന് എന്ത് കിട്ടിയോ ആ വസ്ത്രം ധരിക്കും. അതിന് കട്ടിയുള്ളതായിക്കോട്ടെ ഉരമുള്ളതായിക്കോട്ടെ എന്തായാലും പാടില്ല, അത് ധരിക്കൂല. വൈദാ ലബിസ അഹദുഹും ജുബ്ബത്തൻ ഇമാമത്ത് സൂഫിൻ ലാ യതവാലാ ബി സമനിഹാ. നീ ഒരു ജുബ്ബ ധരിച്ചു, അല്ലെങ്കിൽ എന്തായി രോമത്തിന്റെ തലപ്പാവ് ധരിച്ചു, ഇതൊക്കെ ധരിക്കുകയാണെങ്കിൽ അതിന്റെ വിലയിൽ അവരെന്താവല്ല മുന്തിയ വില കൊടുത്ത് വാങ്ങാറില്ല. അപ്പൊ അത്രയും താന്നതായിരിക്കും ഒരു വാങ്ങ ഉപയോഗിക്കപ്പെടുത്തുക. തല മറച്ചാൽ മതി, ജുബ്ബ കിട്ടിയാൽ മതി, അത് വില കൂടിയൊന്നും വേണ്ട, ആ ഒരു ചിന്തയൊന്നുമില്ല. അക്സമാലി ഫുഖറാഉ ഹാദ സമാനി, ഇത് മഹാൻ ഷാറാനി ഇമാം എഴുതിയല്ലേ. മഹാന്റെ ആ കാലത്തുള്ള സാധുക്കൾ എന്ന് പറയുന്നത് നമ്മൾ ഈ കാലത്തൊക്കെ നമ്മളൊക്കെ പൊടുപ്പത്. അപ്പൊ ഈ കാലഘട്ടത്തിലുള്ള സാധുക്കൾ എങ്ങനെയാണോ അതിനെതിരെ. ഇന്ന് സാധുക്കൾ വില കൂടിയ വസ്ത്രത്തിന് നടക്കുള്ളൂ അല്ലേ. വീട് വാടകയൊക്കെ ആയിരിക്കും, തൊഴിൽ തുച്ഛമായിരിക്കും, പക്ഷേ വസ്ത്രം കണ്ടാലോ വലിയ വിലപിടിപ്പുള്ള വസ്ത്രമാണ്. ഇങ്ങനെ വില കൂടിയ വിലപിടിപ്പുള്ള കാണാൻ ചന്തമുള്ള പ്രൗഢിയുള്ള വസ്ത്രം സാധുക്കൾ ധരിക്കാറുണ്ട്. അതിന് നേരെതിരാണ് സൂഫിയാക്കൾ. അപ്പൊ റുബ്ബമാ തകൂനു ജുബ്ബത്തു ആദിഹിം ഔ ഇമാമത്തുഹു സൂഫ് ഔ ഇമാമത്തുഹു സൂഫ് അഅലാ സമനം മിൻ സിയാബി തുജാർ. വല്ലപ്പോഴും ഈ പറഞ്ഞ സൂഫിയാക്കളുടെ ആരുടെയെങ്കിലും ജുബ്ബയോ രോമത്തലപ്പാവോ ഏറ്റവും വില കൂടിയതായി വന്നാൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുടെ വസ്ത്രത്തിനേക്കാളും മുന്തിയ വിലയുള്ളതായി വരികയാണ് എങ്കിൽ അല്ലാഹുമ്മ ഇല്ലാ യകൂന അഹദും മിമ്മൻ ലാ തദ്ബീറ ലഹു മഅല്ലാഹി തആല. അവിടെ അല്ലാഹു കൊടുത്തത് ഇഷ്ടത്തിനാണ്, അർത്ഥത്തിനാണ്. എന്താണ്? അവരിൽ ഒരുത്തൻ അല്ലാഹു തആലയോട് കൂടെ അവനെന്തരോ തദ്ബീറും നിയന്ത്രണമൊന്നുമില്ല. അങ്ങനെ നിയന്ത്രണമില്ലാത്ത ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഒഴികെ. അള്ളാഹിനോട് കൂടെ നിയന്ത്രണമുള്ളവരാണെങ്കിൽ അങ്ങനെയല്ല, നിയന്ത്രണമില്ലാത്തവരാണെങ്കിൽ പിന്നെ പറഞ്ഞ കാര്യം അവർക്ക് തോന്നിയമാരൊക്കെ എടുക്കാം. അപ്പൊ പിന്നെ ഇയാള് ഹലാലിൽ നിന്ന് എന്തൊക്കെ ഉദ്ദേശം അതൊക്കെ ധരിക്കും എന്നേ പറയാനുള്ളൂ. വഖദ് കാന ഹാത്തമുൽ അസമി വഅസ്ഹാബുഹു റളിയല്ലാഹു അൻഹും. ഹാത്തമുൽ അസമും തന്റെ കൂട്ടുകാരും സഹപാഠികളും അല്ലെങ്കിൽ ശിഷ്യന്മാരൊക്കെ അവർക്ക് എന്തായിരുന്നു? ലാ യൽബസൂന മിനദ് ദുനിയ ഇല്ലാ മാ ഖലഖ മിന സിയാബിന. അവരൊക്കെ ദുനിയാവിന് ധരിച്ചിരുന്ന വസ്ത്രം വളരെ പഴക്കം ചെന്ന വസ്ത്രമായിരുന്നു. വസാറത്ത് ബിഹി റഖൂൻ ഗസിറ. ആ വസ്ത്രമാണെങ്കിൽ ഒരുപാട് കഷ്ണം വെച്ച വസ്ത്രമായിരുന്നു. അപ്പൊ ദുനിയാവിലെ ജീവിതം അത്ര കണ്ടിട്ടുള്ള അവർത്ത് മറിച്ചാൽ മതി. അങ്ങനെ കഷ്ണം വെച്ചോ കണ്ടം വെച്ചോ വസ്ത്രം കിട്ടിയാൽ മതി. ഇങ്ങനെയൊക്കെയായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ഇന്നത്തെ കാലത്ത് ഇതിട്ട് നടന്ന ഭ്രാന്തൻ തന്നെ പറയുള്ളൂ. കളിയാക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. പക്ഷേ ഈ മഹാരഥന്മാരെ വേറൊക്കെ ഈ കിതാബിലുണ്ട്, നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നു, വായിക്കുന്നു. എന്തുകൊണ്ടാണത്? അവരുടെ ജീവിതം അങ്ങനെയായിരുന്നു. അവർ അള്ളാഹു ലയിച്ചവരായിരുന്നു. അപ്പൊ തിരിയാത്തവര് അവരെ കുറിച്ച് ഭ്രാന്തൻ എന്ന് പറയും. പ്രവാചകന്മാരെ പറ്റി ഭ്രാന്തൻ എന്ന് പറയില്ലേ? എന്ന മാതിരി ഒരു ഭ്രാന്തന്മാരൊന്നും അല്ലല്ലോ.
അപ്പൊ ഇവർക്ക് ഇങ്ങനെ മുന്തിയ വസ്ത്രം ധരിക്കാനുള്ള സുഖം മുമ്പിൽ നോക്കണില്ല, ആഹാരം ചിന്തിക്കണോ. അപ്പൊ ഒരു ദുന്യാവ് നിസ്സാരമായി കാണുന്നവർക്ക് ഓർക്കൊന്നും വേണ്ട. ജനം എന്ത് കാണിക്കുന്നു, ജനം എവിടെ കാണുന്നുള്ള വിഷയമൊന്നും അവർക്ക് ഉണ്ടാവില്ല. അവരുടെ ചിന്ത അള്ളാഹുവിലേക്ക് പോയി കഴിഞ്ഞു. അവന്റെ വസ്ത്രരീതിയൊക്കെ ഇങ്ങനെയായിരിക്കും. അതിന് മുന്തിയ വില കൊടുത്ത് വസ്ത്രം എടുക്കണ്ടെന്നോ നല്ല വസ്ത്രം എടുക്കണ്ടെന്നതിന് അർത്ഥം വെക്കരുത് ആരും. സൂഫിയാക്കളുടെ ജീവിതം അങ്ങനെയായിരുന്നു. പക്കത്തുകാരൻ ഉവൈസുൽഖാറിനെ ഉവൈസുൽഖാറിന്റെ ചരിത്രമൊക്കെ അറിയാലോ. മഹാനവർ അന്ത്യ കാട്ടിയത് നോക്കിക്കാണിയും. ചപ്പ് ചവറ് കൊണ്ടയിട്ട് ധാരിക്കുന്ന അടുക്കാട്ടൊക്കെ ഉണ്ടാവുമല്ലോ, കച്ചറകൾ. ആ കൊണ്ടയിട്ടതിൽ നിന്ന് ശീലകഷ്ണം പൊറുക്കെടുക്കുന്നതാണ് മഹാന്. വലിയ മഹാനാണല്ലോ, മഹാനെ പൊറുക്കെടുക്കാണ്. ഇത് സുമ്മ യഹീതുക ബഅദ ഗസ്ലിഹ വയൽബസുഹ. അതെല്ലാം കൊണ്ടയിട്ട് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതൊരു കുപ്പായമാക്കി തുന്നിയെടുക്കും. തുന്നിയെടുത്തിട്ട് മഹാനവറുകൾ എന്തു ചെയ്യും, അത് ധരിക്കുന്നു. അപ്പൊ അവരുടെ ജീവിതം അങ്ങനെയാണ്. അവരൊക്കെ വളരെയധികം ലളിതമായി ജീവിച്ചു. അപ്പൊ കിട്ടുന്ന ശീലകഷ്ണം സ്വരൂപിച്ച് കഴുകി വൃത്തിയാക്കി കോട്ട് തുന്നി അത് ധരിക്കുമായിരുന്നു എന്നാണ്. നമ്മളിൽ നിന്ന് ആരെങ്കിലും ഇപ്പോ അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ചപ്പ് ചവറിൽ പോയിട്ട് കുറച്ച് ശീലകഷ്ണം പെറുക്കി നടക്കാം. അങ്ങനെ പെറുക്കിയാൽ നമ്മളെന്ത് പറയും, അയാൾക്ക് തലക്ക് വട്ടാണ്, അല്ലെങ്കിൽ അയാൾ ഗുളിക കഴിച്ചില്ല എന്നൊക്കെ പറയും. വാസ്തവത്തിൽ തലക്ക് വെട്ടും ഗുളിക കഴിക്കാതിരി പറയും നമ്മക്കായിരിക്കും. അഴുതുമില്ല കാത്തിരക്ഷിക്കട്ടെ. ഈ മഹാന്മാരൊക്കെ ബുദ്ധിയുള്ളവരാണ്, തെക്കുവയുള്ളവരാണ്, ദീനിന് വേണ്ടി ചെലവഴിച്ചവരാണ്, സമുദായത്തിന്റെ മാതൃകക്കാരാണ്. അവർ അള്ളാഹുവിലേക്ക് നയിച്ചു കഴിഞ്ഞു. അപ്പൊ കാരണം ഇബ്രാഹിമിന് അധികം റഹ്മഹുല്ലാഹു തആല മഹാനവറുകൾ ബൽഖേർ ചക്രവർത്തിയെ നമുക്കറിയാം. ആ മഹാൻ ഒരു നിമിഷം എല്ലാം വിട്ടെറിഞ്ഞു പോന്നു. ആ മഹാൻ ധരിച്ചത് എങ്ങനെയാ, യൽബസുൽ ജുബ്ബത്ത സൗദ, കറുത്ത കോട്ട് ധരിക്കുമ്പോൾ മഹാനവർ ഏതൊരിടെന്ന് വെച്ചാൽ മഹാന്റെ ദേഹത്ത് കിടന്ന കോട്ട് കീറും. ആ കോട്ട് കീറുന്നത് വരെ മഹാനവർ ധരിച്ചുകൊണ്ടിരിക്കും. ഒറ്റ കോട്ടേ ഉണ്ടാവുള്ളൂ. നമുക്ക് എത്രകാലം വസ്ത്രങ്ങളെ ഒരു കൂട്ടം അല്ല, 2 കൂട്ടല്ല, ദിനേന 2 കൂട്ടം 300 കൂട്ടം മാറ്റുന്നവരുണ്ട്. ഇഷ്ടം പോലെ കൂട്ടങ്ങൾ കൂടിയിട്ട് ഇഷ്ടം പോലെ ഡ്രസ്സ് വാങ്ങി കൂട്ടുന്നവരാണ് നമ്മളൊക്കെ. ഇതിലൊക്കെ ഇസ്രാഫ് വന്നാൽ റബ്ബിന്റെ ചോദ്യം ഉണ്ടാവും, നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെ മഹാനവറുകൾ കറുത്ത കൂട്ടിട്ട് ഇങ്ങനെ അതെന്നെ ഊരാതിടും, കീറിപ്പോ അതുവരെ ഇടുന്നു. അങ്ങനെ വക്കാലുഹു മറത്തിന് ഒരിക്കൽ ജനങ്ങൾ മഹാനോട് ചോദിച്ചു, ഇബ്രാഹിം എന്നവരോട് ചോദിച്ചു, കംലി ആദിയിൽ ജുബ്ബത്തി അലീക്ക, നിങ്ങളെ ദേഹത്ത് ഈ കുപ്പ ധരിച്ചിട്ട് എത്ര വർഷമായി ചോദിച്ചു. വഖാല, ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് അധികം തങ്ങൾ പറഞ്ഞു, തിസ്വസിനീൻ മാനദഅ്തുഹ ഖത്തു, ഒരിക്കലും ഞാൻ ഈ ഷർട്ട് ഊരിയിട്ടില്ല, ഈ ജുബ്ബ 9 വർഷക്കാലമായി എന്റെ ശരീരത്തിൽ ഈ ഷർട്ട് നിൽക്കുന്നു. അത്രത്തോളം മഹാനവറുകൾ ആ ഒരൊറ്റ കൂട്ടമേ ജീവിച്ച് 9 വർഷക്കാലം ഊരാതെയാണ്. കാരണം ഓൽക്കത് മതി, ഓൽക്ക് ആ വകതും ചിന്തയെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഓലെ ലയിച്ച് അള്ളാഹുവിലേക്ക് ലയിച്ചിരിക്കുകയാണ്, എല്ലാം വിട്ടേച്ചു പോകുന്നത്. വഖദ് കാനൽ ഹസൻ അൽ ബസരി റഹ്മഹുല്ലാഹു തആല, പേര് കേട്ട മഹാനായ ഹസൻ ബസരി തങ്ങളും മഹാനവറുകൾ യൽബദു സൗബ, ഒരു വസ്ത്രം ധരിക്കും, അത്തായത്തസിഖ ജിദ്ദൻ, അത് വളരെ നുരുമ്പിപ്പോകുന്നത് വരെ ധരിക്കും. ചളിയാകുന്നത് വരുമ്പോൾ ചളിയാവും, നല്ലോണം ചളിയാവും. ആ ചളിയാകുന്നത് വരെ എതിർട്ടടക്കും, തിരുമ്പൂല്ല, കുളിക്കൂല്ല. അങ്ങനെ വൈദാഖ്യല്ലഹു, മഹാനവറുകൾ ചോദിക്കപ്പെട്ട അലാ തഗ്സൽ സൗബക, നിങ്ങളെ വസ്ത്രം കഴുകിക്കൂടെ, എന്താ അതിന്റെ കോലം എന്ന് മഹാനോട് പറഞ്ഞാൽ, യഖൂലു, മഹാൻ പറയും, അൽഅംറു അഅ്ജലു മിൻ ദാലിക, കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞതിനേക്കാൾ എത്രയോ എളുപ്പമാണ് അല്ലേ. എന്നിട്ട് മഹാൻ പറയാ, വഖദ് ഖാല അലി ബിൻ അബി ത്വാലിബ്, ബഹുമാനപ്പെട്ട അബൂ താലിബ് എന്ന മഹാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനോട് ഈ 2 മഹാന്മാർ തമ്മിൽ ചർച്ച. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അലിയാ തങ്ങൾ ചോദിച്ചു, അലി പറഞ്ഞു, ഇന്നറത്തൽ ലുഹൂഖ ബിസാഹിബൈക, നിങ്ങൾ 2 സഹപാഠികളാണ് നബി അബൂബക്കർ എന്നവരും സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹു, അവരോട് രണ്ടാളും നിങ്ങൾ ചേരണോ, അവരുടെ കൂടെ കടക്കണോ എന്നുണ്ടെങ്കിൽ എന്നാ പിന്നെ നിങ്ങൾ നിങ്ങളുടെ കോട്ടുണ്ടല്ലോ, കുപ്പായം,
നിങ്ങളെ കുപ്പായം അത് കഷ്ണം വെക്കണം എന്ന് പറഞ്ഞു. കഷ്ണം വെച്ച് ജീവിക്കണം, അത് വേണമെന്ന് പറഞ്ഞു. വഖ്സബുൻ അലക, നിങ്ങളുടെ ചെരുപ്പ് നിങ്ങൾ തുന്നണം. കസിർ അമലക്ക, നിങ്ങളെ കൊതി നിങ്ങൾ ചുരുക്കണം. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്. പൊക്കുൽ ദൂനശിമായി, വയറ് നിറക്കാതെ ഭക്ഷിക്കണം. എന്നെങ്കിലേ നിങ്ങൾക്ക് നബിന്റെ കൂടെയും അബൂബക്കർ റളിയല്ലാഹു അടുത്ത് ചെന്നെത്താൻ കഴിയുള്ളൂ എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുകയുണ്ടായിരുന്നു. അപ്പൊ ഈ 3 കാര്യം പ്രവാചക ചര്യ തന്നെയാണ്. അവൻ ചിന്തിക്കുക, കഷ്ണം വെച്ച് കൂട്ട്, ചെരുപ്പ് ധരിക്കല്, കൊതി ചുരുക്കല്, വയറ് നിറയ്ക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ച് നിർത്തുക, വയറ് നിറയാത്ത രൂപത്തിൽ, ഇങ്ങനെ ഒരു വിധമായ രീതിയിൽ ജീവിതം, ഇതായിരിക്കണം നമ്മുടെ ജീവിതം എന്നർത്ഥം. വഖദ് കാന അബൂദർ റളിയല്ലാഹു അൻഹു ബൈതു ഖായിം മിനൽ മതാഇ ലൈസ ഫീഹി സിവൽ മിത്ഹറത്തി അല്ലതി യതവല്ല മിൻഹാ. അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ വീട് എന്തായിരുന്നു? ഒരു വീട്ടുപകരണങ്ങളും ചേർക്കുന്ന വീട്ടിലില്ല, ഒക്കെ ഒഴിവാ. ആകെ വീട്ടിലുള്ളത് മഹാനവറുകൾ ഒന്നുണ്ടാക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാത്രമാണ്. നമ്മുടെ ഭാഷയിൽ കിണ്ടിയാവാം അല്ലെങ്കിൽ കൂലിയാവാം. ഈ ഒരവസ്ഥയിൽ ഒരിക്കൽ മഹാനോട് ചോദിക്കപ്പെടും, ആരോ ചോദിച്ചാളില്ല, അലാ തെജിയൽ ബി ബൈറ്റിക്ക മാത്താൻ, നിങ്ങൾ വീടിന്റെ ഉള്ളിലെ കുറച്ച് ചരക്കുകളും ഉപകരണങ്ങളും ഒന്ന് കൊടുന്നു വെച്ചൂടേന്ന് ചോദിച്ചു. എന്നിട്ട് പക്കാല മകൻ പറയുകയാണ്, ഇന്ന റബ്ബൽ ബൈറ്റി, നിശ്ചയമായിട്ടും കഅബത്തിന്റെ ഉടമ, ലാ യദഉന, നമ്മളെ അവൻ ഉപേക്ഷിക്കൂല, നുഖീമു, ആ വീട്ടിൽ നമ്മൾ താമസിക്കും, ആ വിധം അള്ളാഹു നമ്മൾ ഉപേക്ഷിക്കുകയില്ല. വഇന്നലാ ബൈതൻ ആഖറ, വേറൊരു വീട് നമുക്കുണ്ട്, അവിടെ സനവജ്ജിഹുയിലേഹി സ്വാലിഹ അഅ്മാലിന, നമ്മുടെ സൽക്കർമ്മങ്ങൾ അവിടേക്ക് നമ്മൾ നേരിടും. അങ്ങനത്തെ ഒരു വീട് വേറുണ്ട്, ഇൻഷാ അല്ലാഹു തആല അല്ല ഉദ്ദേശിച്ചു. മഹാനവർ പറഞ്ഞപ്പോ എന്താണ്? റബ്ബിന്റെ ഉടമ ആ വീട്ടിൽ തന്നെ താമസിപ്പിക്കുന്ന നമ്മൾ ഒഴിവാക്കില്ല. വേറെ സൽക്കർമ്മങ്ങളുമായി നേടിപ്പോകുവാൻ പറ്റുന്ന മറ്റൊരു വീടുണ്ട്. ഈ വീടാണ് മഹാനവർ. അങ്ങനെയാണെങ്കിൽ വകാന ഇദ്രീസുൽ ഖവലാനി തങ്ങള് യഖൂലു പറയാറുണ്ടായിരുന്നു, ഈ അസ്ഹാബി തന്റെ ശിഷ്യന്മാരോട് പറയാറുണ്ടായിരുന്നു, തന്റെ ലാ തഅ്തനു ബിഗസ്ലി സിയാബിക്കും, നിങ്ങളെ വസ്ത്രം കഴുകി വൃത്തിയാക്കുന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണ്ട. എന്നിട്ട് പറഞ്ഞു കൊടുക്കുക, എന്താ കാരണം? പല ഖൽബുൻ നഖിയ്യുൻ ഫീ സൗബിൻ ദനസിൻ, അഴുക്കുകൾ പുരണ്ടതായ വസ്ത്രത്തിൽ കിടക്കുന്ന ശുദ്ധിയുള്ള ഹൃദയം, അഹബ്ബു ഇലല്ലാഹി തആല, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടം അതാണ്, മിൻ ഖൽബിൻ ദനസിൻ ഫീ സൗബിൻ നഖിയ്യിൻ, വൃത്തിയുള്ള കാണാൻ ചന്തമുള്ള വസ്ത്രത്തിന്റെ ഉള്ളിൽ അഴകില്ലാതെ അഴുക്കുകൾ നിറഞ്ഞതായ ഹൃദയമുണ്ടോ, അതിനേക്കാൾ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടം അഴുക്കുകൾ പുരണ്ടതായ ചളിയുള്ള വസ്ത്രത്തിൽ ഇട്ട് കേൾക്കുന്ന തെക്കുവയുള്ള ശുദ്ധമായ ഹൃദയമാണ്. അപ്പൊ ഹൃദയത്തിലേക്ക് അള്ളാന്റെ നോട്ടം, വസ്ത്രത്തിലേക്കല്ല. അത് കരുതി വസ്ത്രം കഴുകണ്ട എന്നാ വൃത്തിയാക്കേണ്ടതിനർത്ഥമല്ല. ഈ പ്രപഞ്ചം വെടിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്ന ആൾക്കാർ മുഖറബായാൽ ഓല ചിന്ത ഇതായിരിക്കും. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ഓല ആ വിഷയത്തിൽ മാതൃകയാക്കി സൂഫിയാക്കൾ അങ്ങനെ ധരിച്ചു എന്നും പറഞ്ഞ് നമ്മൾ അങ്ങനെ ചെളിയാക്കിയത് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. ഖൽബ് ശുദ്ധമാവണം, അപ്പോഴേ ശരിയാകും. വകാന അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു യഖൂൽ, മഹാൻ പറയുന്നു, കാന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ സ്വഹാബത്ത് അഖ്ശാ മിൻകും സിയാബ, നിങ്ങളെക്കാളും കടുകട്ടിയുള്ള ഗൗരവമുള്ള കാണാൻ ചന്തമില്ലാത്ത മിനുസമില്ലാത്ത വസ്ത്രം ധരിച്ചവരായിരുന്നു അവരൊക്കെ. അറക്കു കുലൂബൻ, ഹൃദയം വളരെ ലോലമായിരുന്നു. അപ്പൊ ഹൃദയശുദ്ധി നല്ലോണുണ്ട്. വസ്ത്രമാണെങ്കിലും വലിയ മെച്ചൊന്നുമില്ല. റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് അതായിരുന്നു. എന്നിട്ട് പറയുന്നു അബ്ദുല്ലാഹ് മസ്ഊദ് തങ്ങൾ,
വസയത്തി സമാനും, ഒരു കാലഘട്ടം വരാനുണ്ട്, വന്നു കഴിഞ്ഞു. യക്കൂന് അഹുലുഹു, ആ കാലഘട്ടത്തിലുള്ള ജനങ്ങളാകും അറക്ക സിയാവൻ വഹശന ഖുലൂബൻ, വസ്ത്രമൊക്കെ നല്ല കട്ടി കുറഞ്ഞ, നല്ല രസമുള്ള, പളവളപ്പുള്ള, മിനുസമുള്ള, ജോഡിയൊത്ത ഷർട്ടായിരിക്കും, വസ്ത്രങ്ങളായിരിക്കും. പക്ഷേ മനസ്സോ ആകെ തകർന്ന് തരിപ്പണമായി, ശുദ്ധിയില്ലാതെ, അഷണ്ടകൾ നിറഞ്ഞ് ഗൗരവത്തിലായിരിക്കും. ആ കാലം ഇപ്പൊ ആ കാലമാണെന്ന് തോന്നിപ്പോകും. ആ കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. അങ്ങനെയുള്ള മനുഷ്യന്റെ മനസ്സ് കാണുന്നത്. ഡ്രസ്സൊക്കെ എന്താ ഓരോരുത്തരെ ഇട്ട് കിടക്കണ്ടാലാ, നല്ല കാണാൻ രസമുള്ള ഡ്രസ്സ്, ശരീരത്തിന് ഒത്ത ഡ്രസ്സ്. പക്ഷെ കൽബുമായി നോക്കുമ്പോൾ അകലെ അപകടമാണ്. വക്കാന അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു, എന്നാൽ അബൂ ഉബൈദ തങ്ങൾ പറയുന്നു, റുബ്ബ മുബയ്യിദിൻ ലിസിയാബിഹി മുദന്നിസുൻ ലിദീനിഹി എന്ന് പറയാറുണ്ട്. വസ്ത്രം വെളുപ്പിച്ച് നടക്കുന്ന എത്ര ആളുകൾ ഓരോ ദീനോ പറ്റഴുക്ക് പിടിച്ചിരിക്കുകയാണ്. ഒരു മതബോധമില്ല, ഒരു ദിക്റുമില്ല, സലാത്തുമില്ല, നിസ്കാരവും ആകെ അഴുക്കില്ല. ഡ്രസ്സോ നല്ല രസമുണ്ട് കാണാൻ, നല്ല വെള്ള, പണ്ട കളറൊക്കെ കൊടുത്തു ഉഷാറാക്കി നടക്കുന്നു. അങ്ങനെയുണ്ട്. വഖദ് ഖീല മർറത്തൻ ലി അബി സുലൈമാനി ദാറാനി റളിയല്ലാഹു അൻഹു, ഒരിക്കൽ അബി സുലൈമാനി ദാറാനി തങ്ങളോട് ചോദിക്കപ്പെടുകയുണ്ടായി, അലാ തസ്രി ലിഹിയത്തക്ക, താങ്കൾക്ക് താങ്കളുടെ താടി ചീകിക്കൂടെ, ദത്ത ഈ താടിന്റെ മോനം ഒന്ന് ചീകി വൃത്തിയായിക്കൂടെ ചോദിച്ചു. വഖാലഹു, അപ്പോൾ അബൂ സുലൈമാൻ എന്നവര് ചോദ്യകർത്താവോട് അങ്ങോട്ട് പറയുകയുണ്ടായി, ഇതല്ല ഭാര്യ കൽബ്, അങ്ങനെ വരുമ്പോൾ എന്റെ കൽബ് അള്ളാഹ് അകലും, എന്റെ ചിന്ത പോകും. അപ്പൊ എന്റെ ആ ചിന്ത പോകാൻ പാടില്ല. അവയെ പൊടി ചെയ്യുന്നില്ല, എനിക്കുള്ള അവസരം കിട്ടുന്നില്ല, ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ തലയിലുള്ള മുടി പോലും ചെയ്യാൻ ടൈമില്ലാതെ അത്രയും സമയത്തും അള്ളാഹ് ഒത്തോട് ജീവിക്കുകയായിരുന്നു പറഞ്ഞു. വക്കീൽ അലി ഇബ്രാഹിമിന് അദ്ദേഹം റഹിമഹുല്ലാഹു തആല, ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങളോട് ചോദിക്കപ്പെടുകയുണ്ടായി. കാരണം മുടിയൊക്കെ നിറച്ചാകെ കുമ്പളങ്ങ കഴിക്കും. നിറച്ച മുടിയെ മൈലാഞ്ചിട്ട് ചായ പിടിപ്പിക്കാമല്ലോ വേണമെങ്കിൽ, മഹാൻ അവർ ചായ പിടിപ്പിച്ചിട്ടില്ല. ഇത് കണ്ടപ്പോൾ ചോദിക്കപ്പെടുകയുണ്ടായി മഹാനോട്, അലാ തഖ്ലബ് ലിഹിയത്തക, അങ്ങേക്ക് അങ്ങയുടെ താടിൽ ചായ പിടിപ്പിച്ചൂടെ, അപ്പോൾ മൈലാഞ്ചിട്ട് കളർ പിടിപ്പിച്ചൂടെ എന്ന് ചോദിച്ചു. ഫഖാല, അപ്പൊ അതിന് മറുപടി അബൂ സുലൈമാൻ പറഞ്ഞത്, അൽ ഖിലാബ് സീനത്തുൻ, അൽ ഖിലാബ് സീനത്തുൻ, താടിക്ക് മൈലാജി, തലയിലും മൈലാജി കെട്ടുകൊടുക്കുന്നത് അഴകല്ലേ, അഴകാണ്. പമാനകനും നഹിരികാലാണ്, നമ്മൾ ഇന്ന് ഈ സമയം വരെ അഴകാവേണ്ട കൂട്ടത്തിൽ പെട്ടവരല്ല. അപ്പൊ എനിക്ക് അഴകാകാൻ കഴിയൂല എന്ന് പറഞ്ഞു. താടി വെളുപ്പിച്ചവരൊക്കെ മൈലാഞ്ചിടാൻ നടക്കുന്ന ഈ അർത്ഥത്തിലാന്ന് പറയാൻ പറ്റില്ല. മഹാന്മാരുടെ ഈ അർത്ഥത്തിൽ തന്നെ അങ്ങനെ കരുതാം. സാബിത്തുൽ ബന്നാനി റഹിമഹുല്ലാഹു തആല യഖൂൽ, ബഹുമാനപ്പെട്ടവര് പറയുന്നു, റുബ്ബമാ ഉരീദു അൻ അഗ്സില സൗബി, ചിലപ്പോ ഞാൻ എന്റെ വസ്ത്രം കഴുകി വൃത്തിയാക്കാൻ ഉദ്ദേശിക്കും. അങ്ങനെ വരുമ്പോൾ അഖ്റുബി ഖൽബി വാത്റും, അപ്പൊ അതിന്റെ മനസ്സിന്റെ അകത്ത് ചിന്ത വരും, അള്ളാഹിനെ കുറിച്ചും ദീനിനെ കുറിച്ചും ചിന്ത വരികയാണ്. അത് വരുമ്പോൾ ഞാൻ ആ അലക്കൽ ഒഴിവാക്കുന്നതാണ്. ഇതായിരുന്നു മഹാന്മാരുടെ ജീവിതം. മഹാൻ പറയുന്ന വക്കാന ഈ അവശ്യ സോബ, ബഹുമാനപ്പെട്ടവർ തന്റെ വസ്ത്രം കഴുകിയിരുന്നത് ബിൽ അഷ്നാനി, ഭാഗപ്പൊടി എന്നൊരു പൊടിയുണ്ട്, അത്ര മാത്രം, സാബും കൂട്ടൂല, അത് ഒഴിവാക്കി വെക്കും. പൊടിയുണ്ട്, ചളി കളയാൻ പറ്റുന്നൊരു പൊടിയുണ്ട്, അത് സോപ്പും പൊടി മാറുന്നല്ല, മറ്റൊന്നാണ്. അതുകൊണ്ട് വസ്ത്രം കഴുകും. ഹൃദയത്തിൽ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഒഴിവാക്കും ചെയ്യും. നോക്കൂ നിങ്ങൾ എത്രത്തോളം പ്രയത്നിച്ചിട്ടാ മഹാന്മാർ ഇതൊക്കെ പറയണത്. അക്കാന മാലിക് ബിൻ ദീനാർ റഹിമഹുല്ലാഹു തആല ബഹുമാനപ്പെട്ടവരായിരുന്നു. ലാ യസീദു അൽ ഇബാദത്തി, ഇബാദത്തിന്റെ മേലൊന്നും കൂടുതലാക്കൂല, അതിന്റെ അപ്പുറത്തൊന്നുമില്ല. ഷൈഫൻ ഉഷ്ണകാലം, ഷിത്താനോ ശൈത്യകാലം, ലൈലൻ രാവ് പ്രകാരം പകൽ, ഈ സന്ദർഭങ്ങളിലൊക്കെ ഇബാദത്തുണ്ട്. ആ ഇബാദത്തിനേക്കാൾ കൂടുതലാക്കുമായിരുന്നില്ല മാലിക് ബിൻ ദീനാർ എന്ന് പറഞ്ഞത്.
എന്നാൽ വക്കാന അബൂ ഇസ്ഹാഖ് സബീഇ റഹിമഹുല്ലാഹു തആല യഖൂൽ മാൻ പറയുന്നത് കാനു തൊയാലിസിന്നാസി ജനങ്ങളുടെ തലയിൽ വെച്ചതായിരുന്നു തൊപ്പി. അത് കഅറുബുയൂത്തിൻ അവരുടെ വീടിന്റെ ഉള്ളിൽ ആണ്. വലം യകുൽ യൽബസ് തൈറസാൻ തൊയ്ലസാൻ ധരിക്കുമായിരുന്നില്ല. അലാ ഇമാമത്തി അദ്ദേഹത്തിന്റെ തലപ്പാവിന്റെ മുകളിൽ. ഇല്ലാ ഷഹ്റബിൻ ഹുഷം ഷഹ്റബിൻ ഹുഷം വെച്ചിരുന്ന ഫഖദ് കാന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു യഖൂൽ മൂപ്പര് പറയുമായിരുന്നു മാ ശബ്ബഹതു നാസ അൽയൗമ ഫിൽ മസ്ജിദ് മാ സബ്ബഹതു നാസ അൽയൗമ ഫിൽ മസ്ജിദ് വഅലൈഹിം തയാലിസ് ഇല്ലാ യഹൂദി ഖൈബർ. പള്ളികളിൽ ഇന്നവരെ ജനങ്ങളെ ഞാൻ സാദൃശ്യമായി കണ്ടിട്ടില്ല. അവരുടെ മേൽ എന്താണ് തൊപ്പിയുണ്ട്. ആ നിലയിൽ ഞാൻ അവർ സാദൃശ്യമാക്കുന്നില്ല ഖൈബറിലുള്ള ജൂതന്മാരോടല്ലാതെ. ഓരോ പണി അങ്ങനെയായിരുന്നു. അതുപോലെ തൊപ്പി ധരിച്ചതൊക്കെ ഇവിടെ വ്യാഖ്യാനമുള്ളത് കൊണ്ട് കൊത്തു ഷഹറായിമാൻ പറയുന്നു. ഞാൻ പറയട്ടെ. അൽ മത്ലൂബിന് ത്വയ്രസ അല റൈസി തലയുടെ മുകളിൽ കിടക്കുന്ന തൊപ്പി. ആ തൊപ്പിന്ന് തേടുന്നത് ഇന്നമാ ഹുവ കഫുൻ നദരി അൻ ഫുദൂരി നദരി ഹിഫാനുമായിരിക്കുക. മതില് അല്ലാത്തതിലേക്കോ നോക്കും. ആ നോക്കൽ അവശിഷ്ടങ്ങളാണ്. അത്തരം നോട്ടത്തിൽ അവശിഷ്ടങ്ങളെ തൊട്ട് നോട്ടം തന്നെ തടയലാണ് ഉദ്ദേശം. ആ നിലത്തിലാണ് വലൈസഹോബി കബീരി വലിയൊരു കാര്യമൊന്നുമല്ല ഈ ഉപേക്ഷിക്കലും അവിടെ മാറ്റലും. വൈന്നമശകൻ നിശ്ചയമാണ് കാര്യമൊക്കെ എന്താ അയ്യൽബസ് അവൻ ധരിക്കണം. അലാ കൽവി അവന്റെ കൽബിന്റെ മുകളിൽ തിൽസാരൻ ഒരു തിൽസ യമ്നവാ തിൽസനെ തടുക്കും. അയ്യമിദ്ദ ബസറുഹു അവന്റെ കാഴ്ചയെ നീട്ടാൻ. ഇലാശയും സഹവാദി ദുന്യാവിന്റെ വികാരപ്പെട്ടതായിരിക്കുന്ന ഒരു വികാരത്തിലേക്ക് അവന്റെ കാഴ്ച നീട്ടണം. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോ അതെന്ത് ചെയ്യണം? അവൾ മനസ്സിലാക്കുക. അപ്പൊ ഈ ധരിക്കുമ്പോ എന്താ കൽബിന്റെ അകത്തുങ്ങൾ പിന്നെ വികാരങ്ങളിലേക്ക് നോക്കുന്ന കണ്ണിന്റെ കാഴ്ച തടയാൻ പറ്റുന്നത് തൊപ്പി ധരിക്കണം കൽബിയാണ്. കാലത്താല അള്ളാഹുത്താല പറഞ്ഞല്ലോ ഒലാ തമുദ്ദന്ന അയിനൈക ഇലാമാ മത്തഇനാ ബിഹി അസ്വാജൻ മിൻകും. നബിയെ അങ്ങനെ രണ്ട് കണ്ണ് നീട്ടണ്ട. നമ്മൾ ആ ഒരു കാര്യം കൊണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് നമ്മൾ സുഖം നൽകിയിട്ടുണ്ട്. അധികം നോക്കരുത് നമ്മൾ. അപ്പൊ ആ ദുന്യാവിന്റെ വികാരം ഒഴിവാക്കുക. ഒരിക്കുല്ലി മക്കാമിൻ രിജാൽ എല്ലാ സ്ഥാനത്തിനും മഹാന്മാരുണ്ട്. അല്ലാഹു അഅലം. ഒക്കതുക്കാര ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു യഖൂൽ മഹാൻ പറയുമായിരുന്നു ഇത്രേ റഅയ്തു റിദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ തട്ട ഞാൻ കണ്ടു. അല്ലദീ കാന യഖ്റുജു ബിഹി ഇലൽ വുഹൂദ് സേനകളിലേക്കും സംഘത്തിലേക്കും പുറപ്പെടുന്ന അവസരത്തിൽ നബി തങ്ങൾ സൂക്ഷിച്ചിരുന്നത് അതാണ്. ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറയാണ് റസൂലുള്ളാഹിന്റെ തട്ടം കണ്ണിനെ കണ്ടു. തൂലുഹു അർബഅതു അദുർഇൻ അതിന്റെ നീളം 4 മുഴമാണ്. അറുനഹു ദിറാഅനി വശിബർ 2 മുഴവും 1 ചാണുമാണ്. അക്കാര എന്തൽ ഖുലഫായി ബഅദു നബിക്ക് ശേഷം ഖലീഫമാരുടെ അടുത്ത് അങ്ങനെ ഖുലഫാ റാഷിദുകളുടെ അടുത്ത് മൂപ്പര ശേഷം എന്തുണ്ടായിരുന്നു? ഒരു സംഘം. താനും അവരായിരുന്നു എൽബസുനു ആ വസ്ത്രം ധരിക്കും. യോമൽ ഈദ് 2 പെരുന്നാൾ ദിനത്തിന് ധരിക്കുന്നൊരു വസ്ത്രമുണ്ട്. ആ വസ്ത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയാണ് മഹാന്മാരൊക്കെ ജീവിച്ചത്. ഖലീഫമാരുടെ അടുത്തേ നബി തങ്ങളെ ശേഷം ഖലീഫമാരുടെ അടുത്തുണ്ടായത് 2 പെരുന്നാൾ ദിനത്തിൽ ധരിക്കാൻ പറ്റുന്ന വസ്ത്രം ഉണ്ടായിരുന്നു എന്നർത്ഥം. അപ്പൊ കാരണം മാലിക് ബിൻ ദീനാർ റഹിമഹുല്ലാഹു തആല അപ്പോൾ മഹാൻ പറയുന്നു യാ മാലക്ക നിനക്കും തൊഴിലസാൻ എന്താ പറയേണ്ടത്? ഇന്നമായമ്പയിലക്ക നിശ്ചയമാണ് നിനക്ക് അത്യാവശ്യമാ മിദ്റാത്ത് സൂഫിൻ
സൂഫിന്റെ നീളക്കുപ്പായം. നാൽക്കാലിയുടെ കുറകിലോട് സമീപമായ വടി. ഇതാണ് കൈ അത്യാവശ്യമാണ്. എന്നാൽ തഫിറുമിനല്ലാഹി തആല ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് ഓടി പറയാൻ ഇവരെ കൊണ്ട് കഴിയും. അള്ളാഹുവിലേക്ക് തന്നെ സഹോദരന്മാരെ അടുപ്പിക്കുക. മുഖദ്ഖാൻ യൂസുഫ് അസ്വാദ് റഹ്മത്തുള്ളാഹി തആല യഖൂലു, അവർ പറയും, റഅയ്തു സുഫിയാന സൗരി റഹ്മത്തുള്ളാഹി, മുപ്പരേം കണ്ടു ഈ ത്വരീഖ് മക്കയുടെ വഴി വെച്ച് കണ്ടു. അങ്ങനെ വന്നപ്പോ അപ്പൊ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അങ്ങനെ പറയണത്, കാര്യ എന്താ നിനക്കും തൊപ്പിക്കും, ഇന്നമായി എമ്പയിലൊക്കെ നിനക്ക് അത്യാവശ്യമാണ് മിദ്റാത്ത് സൂബ്, രോമക്കുള്ള കുപ്പായം. കിറാഇന്റെ കിറാന്ന് പറഞ്ഞാൽ കുറകാണ്, അത് സമാനമായ വടി വേണം. അള്ളാഹുവിലേക്ക് തന്നെ നീ ഓടിപ്പോണത്, അങ്ങനെയായിരിക്കും. അള്ളാഹുവിലേക്ക് താങ്കളുടെ സഹോദരന്മാരെ ആശ്രയിപ്പിക്കുക. ഫഖദ്കാന യൂസുഫിന് അസ്മാത്ത് റഹ്മത്തുള്ളാഹി തആല യഖൂലു, മഹാൻ പറയുമായിരുന്നു, റഅയ്തു സുഫിയാന സൗരി റഹ്മത്തുള്ളാഹി, സുഫിയാൻ സൗരിയെ ഞാൻ കണ്ടു ഈ ത്വരീഖ് മക്കയുടെ വഴിയിൽ. അങ്ങനെ എന്തിനു പറയുന്ന അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ വസ്ത്രത്തിന്റെ മേൽ എന്തൊക്കെ അണിഞ്ഞുകൂടിയോ അത് ചൊവ്വാക്കിയെടുക്കുക, താൻ അനി ചെരുപ്പ് വരെ. അങ്ങനെ വന്ന വജത്തു ദാലിക്ക, ഇതൊക്കെ എന്താ നോക്കി, അത് കൗബം ഞാൻ ബലക്കെട്ടിനർത്ഥം. സുഫിയാൻ സൗരിയെ തങ്ങളെയും കണ്ടു മക്കളുടെ വഴിയിൽ വെച്ചിട്ടാ. അങ്ങനെ മൂപ്പര മേലെ വസ്ത്രത്തെ ഞാൻ ബലക്കെട്ടി, ചെരുപ്പ് വരെ ബലക്കെട്ടിയെടുത്തു. അപ്പൊ വജത്തു ദാലിക്ക അതില് ഒരു സ്വർണ്ണ നാണയത്തിനോടും 4 ദവാലിക്കിനോടും സമമാവുന്ന വിധത്തിൽ ഞാൻ അതിനെ എത്തിച്ചു. ഇങ്ങനെ പാഠം നടന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് മഹാന്മാരൊക്കെ ചിന്തിച്ചത്. മനസ്സിലായോ? വയലം യാഹി, എന്റെ സഹോദരൻ നീ അറിയണം, അന്ന ദലീൽ ഖൗമി ഹാദൽ ഖൽഖി, മഹാന്മാർക്ക് ഈ സ്വഭാവത്തിലുള്ള തെളിവെന്താന്ന് ചോദിച്ചാൽ കൗലുഹു, അത് മൂപ്പര് പറഞ്ഞ വാക്കാണ്, അൽ ബദാദത്തു മിനൽ ഈമാൻ, ബദാദത്ത് ഈമാനിൽ പെട്ടാകുന്നു. ബദാദത്ത് വൽ ബദാദത്തു, ബദാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ലുംസുൽ ഖലഖിന്റെ സിയാബിനാണ്, വസ്ത്രത്തിൽ നിന്ന് വളരെ പായ്ക്കുന്നത് ധരിക്കുക എന്നാണ് ബദാദത്ത്. ആ ബദാദത്താണ് ഈമാനിൽ പെട്ടത് എന്ന് പറഞ്ഞത്. അലാ ഇമാനി ശഖ്സി അയ്യി സൗമി ലബിസ, ഒരു വ്യക്തിയും ഏത് വസ്ത്രമാണ് ധരിച്ചെടുത്തത് ശ്രദ്ധിക്കാവുന്നില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സർവ്വസ്തോത്രം.